ഇന്ന് ഒരു കഥയാണ് കേട്ടോ. ഞാൻ തന്നെ എഴുതിയിട്ടുള്ള കഥയാണ്. ടോക്കൺ നമ്പർ 16, കൗണ്ടർ നമ്പർ 2. ഇന്ന് കുടുംബശ്രീയിലെ ക്യാഷ് അടയ്ക്കാൻ ബാങ്കിൽ പോകേണ്ടത് തന്റെ ഊഴമാണ്. നേരത്തെ തന്നെ വീട്ടുജോലികളെല്ലാം ഒതുക്കി ഭർത്താവിനെയും മക്കളെയും യാത്രയാക്കി കുളിയും കഴിഞ്ഞ് അയയിൽ കിടന്ന ഒരു സാരിയും വലിച്ചു ചുറ്റി 10 മണിക്ക് തന്നെ ബാങ്കിലെത്തി. ഇപ്പോൾ ചെന്നാൽ ഒരു 11 മണിയോടെ വീട്ടിലെത്താം. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ എങ്ങനെയും 1 മണി കഴിയും വീടണയാൻ. ഈ ബാങ്കിലൊക്കെ എന്ത് തിരക്കാണപ്പാ. താൻ വന്നത് കുടുംബശ്രീയിലെ പണമടയ്ക്കാൻ. 13 പേരുള്ള തന്റെ സംഘത്തിൽ വർഷത്തിൽ 2 തവണ മാത്രമേ ഒരാൾക്ക് പോവേണ്ടതുള്ളൂ. ഇവരൊക്കെ എന്തിനായിരിക്കും? പണമടയ്ക്കാനാണോ അതോ എടുക്കാനോ? ഇന്നാട്ടിൽ വേറെ ബാങ്ക് ഒന്നും ഇല്ലേ? ആ, ആർക്കറിയാം. ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കുമ്പോൾ അവൾ ഓർക്കുകയായിരുന്നു. ഇത്രയും നേരത്തെ വന്നിട്ടും കിട്ടിയത് ടോക്കൺ നമ്പർ 16. 2 കൗണ്ടറിലും കൂടി മാറി മാറി പെട്ടെന്ന് തീരുമായിരിക്കും. തന്റെ നമ്പർ മോണിറ്ററിൽ തെളിയുന്നതും അനൗൺസ് കേൾക്കുന്നതും കാത്ത് അവളിരുന്നു. അതൊരു സുഖമുള്ള കാത്തിരിപ്പാണ്. ഇങ്ങനെ എവിടെയെങ്കിലുമുള്ള കാത്തിരിപ്പാണ് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്ന ഏക സമയം. വീട്ടിൽ പണി കഴിഞ്ഞ് ഒന്നിനും വേണ്ട, അതൊന്നും ഇപ്പോൾ ഓർക്കേണ്ട. ശാരികയല്ലേ? പെട്ടെന്ന് നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്നു നിൽക്കുന്നു. പറ്റിവെട്ടിയ തലമുടി കാണുമ്പോൾ അറിയാം, ഒന്നുകിൽ പോലീസുകാരൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ. ആ, ശാരികയാണ്. ഞാൻ 9B-യിൽ ഉണ്ടായിരുന്ന മനോജ് കുമാർ ഓ. അവൾ വല്ലാണ്ടായി. മനോജ് കുമാർ ഓയെ മറക്കുന്നതെങ്ങനെ? തന്റെ ക്ലാസിന്റെ തൊട്ടടുത്താണ് 9B. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന തന്റെ പുറകിൽ ഒരുപാട് ആൺകുട്ടികൾ നടക്കുമായിരുന്നു. തന്റെ മുട്ടോളം എത്തുന്ന ഇടതൂർന്ന കുലുന്നനെയുള്ള മുടി അവരുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ അളവുകൊള്ളായിരുന്നിരിക്കണം. ധാരാളം പേർ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അന്നൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് അപൂർവമായിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുമിച്ച് ഇരിക്കുന്നു, നടക്കുന്നു, പഠിക്കുന്നു, ടൂർ പോകുന്നു, വീട്ടിൽ വരുന്നു. അങ്ങനെ അങ്ങനെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ശല്യക്കാരായി കണ്ടുവരുന്ന കാലഘട്ടമായിരുന്നു അന്നത്തേത്. അത്യാവശ്യം മാർക്ക് വാങ്ങുന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്തായാലും മനോജ് കുമാർ ഓ തന്നെ നോക്കി ഒരു കണ്ണങ്ങടച്ചു. അന്ന് കണ്ണടിക്ക് സൈറ്റടിക്ക് അങ്ങനെയൊക്കെ പറയൂ. അതോടെ തീർന്നു പോയതാണവൻ. താനെന്ന് പേടിച്ച് കരയാൻ തുടങ്ങി. അലമുറയിട്ട് കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ഓടി. എന്താ എന്താ എന്ന് അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ 9B-യിലെ മനോജ് കുമാർ ഓ എന്ന് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം തേങ്ങിനടയിൽ മുങ്ങിപ്പോയിരുന്നു. കൂടെയുണ്ടായിരുന്ന ബിന്ദു KP യാണ് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചത്. അധ്യാപകരെല്ലാം പെട്ടെന്ന് ഒത്തുകൂടി. പിന്നെ അവനെ കുറിച്ചുള്ള വിശേഷണങ്ങളായിരുന്നു. അല്ലെങ്കിലും അവൻ നോട്ടപ്പുള്ളിയാ, അശ്രീകരം, തർക്കുത്തരം പറയുന്നവൻ, ഒരക്ഷരം പഠിക്കാത്തവൻ, ബാക്ക് ബെഞ്ചർ. ഇങ്ങനെ ഇപ്പോൾ ഒരു പേരുകൂടിയായി, പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവൻ. അങ്ങനെ അവനെ വിടാൻ പറ്റില്ല. എല്ലാവരും മനോജ് കുമാർ ഓയെ അന്വേഷിക്കുകയാണ്. എങ്ങും കാണാനില്ല. അധ്യാപകരും കുട്ടികളുമെല്ലാം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അന്വേഷിച്ചു. ക്ലാസുകൾ തോറും കയറി ഇറങ്ങി. ഗ്രൗണ്ടിന്റെ മുക്കും മൂലയും മരിച്ചു വർക്കി. പാചകപ്പുരയിൽ പുറകുവശത്തുള്ള മൂവാണ്ടൻ മാവിന്റെ മുകളിൽ പോലും നോക്കുകയുണ്ടായി. ഇല്ല, കിട്ടിയില്ല. ഇപ്പോഴല്ലേ മരത്തിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പിറുവിറുത്ത് പ്രവീൺ ബാത്റൂമിന് പിറകുവശത്തുള്ള നെല്ലിമരത്തിൽ വെറുതെ വലിഞ്ഞു കയറി. ചുറ്റിനും ഒന്ന് വീക്ഷിച്ചു. മേൽക്കൂരയില്ലാത്ത ബാത്റൂമിൽ ആരോ കുനിഞ്ഞിരിപ്പുണ്ടെന്ന് വിളിച്ചുകൂടി. അവസാനം ആളെ കിട്ടി. ATM കുത്തി തുറന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ച കള്ളനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് പോലെ അധ്യാപകർ അവനെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു സ്റ്റാഫ് റൂമിൽ എത്തിച്ചു. ചുരുൾ പ്രയോഗം ശരിക്കേറ്റിട്ടുണ്ട്. കണ്ണുകളിലും കവിളത്തുമെല്ലാം കണ്ണുനീരുണ്ട്. മുഖം ചുവന്നു തുടുത്തിട്ടുണ്ട്. എന്നാലും അവൻ കരയുകയായിരുന്നില്ല. പിന്നീട് അതേക്കുറിച്ചോർത്ത് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും അന്ന് വളരെ പേടിയായിരുന്നു. തനിക്ക് സങ്കടമായിരുന്നു. തന്നെ മുൻപിൽ കൊണ്ടു നിർത്തി തന്നോട് മാപ്പ് പറഞ്ഞാണ് അന്ന് അവനെ വിട്ടയച്ചത്. പിറ്റേന്ന് സ്കൂളിൽ വന്നപ്പോൾ കുട്ടികൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ചില അധ്യാപകരാവട്ടെ
ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ അവനെ എടുത്ത് കുടഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പഴി മുഴുവൻ കേൾക്കുന്നത് അവനായിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ദിവസം സുനിലും നന്ദനും തന്റെ അരികത്തു കൂടി പോയപ്പോൾ പിറുപിറുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മുദ്രാവാക്യം പോലുള്ള ആ വാക്കുകൾ കേട്ട് ഞാൻ അന്താളിച്ചു നിന്നു. ആ വാക്കുകൾ പിന്നീട് പലരും ആവർത്തിച്ചു. കാരണം മനോജ് കുമാർ ഓ TC വാങ്ങിപ്പോയത്. പിന്നെ അവനെ കണ്ടിട്ടില്ല. തന്നെ കാണുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാമോ. പിന്നെ നാട്ടിലും അത് പേരായി, പട്ടപ്പേരായി. പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ദേ അവിടെ നന്ദൻ കൊമേഴ്സിന് ചേർന്നിരിക്കുന്നു. അവിടെയും പേര് മാറിയില്ല. ഈ അടുത്ത കാലത്ത് പോലും ആരൊക്കെയോ അത് തന്നെ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ അവൻ തന്നെയാണ്. വീണ്ടും അയാളുടെ സംസാരം. ഞാൻ പട്ടാളത്തിലാണ്. ശാരിക എന്ത് ചെയ്യുന്നു? പഠിപ്പിസ്റ്റ് ശാരിക കെട്ടിയോനെയും കുട്ടിയോളെയും നോക്കി അടുക്കളയിൽ കരിപുരണ്ട ജീവിതം നയിക്കുന്നുവെന്ന് എങ്ങനെ പറയാം. സീതാദേവിയെ പോലും ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ അവൾ കൊതിച്ചു. അപ്പോഴാണ് സുന്ദരിയും പ്രൗഢയുമായ ബോയ്ക്കട്ട് ഹെയർ സ്റ്റൈലിൽ ഒരു സ്ത്രീയും നല്ല നീളൻ മുടിയുള്ള ഒരു പെൺകുട്ടിയും അടുത്തേക്ക് വന്നത്. ഇതിന്റെ വൈഫും മോളുമാണ്, ചഞ്ചൽ. ആർമിയിൽ നഴ്സാണ്. മോൾ 7th പഠിക്കുന്നു. ചഞ്ചൽ, ഇതാണ് ഞാൻ പറയാറുള്ള ശാരിക. സൈറ്റ് അടിച്ച കേസ്. അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈശ്വര, എല്ലാവരും തന്നെ നോക്കുന്നുണ്ടോ? ഇയാൾക്ക് എന്തോന്നാണ്? ഇതൊരു ബാങ്കല്ലേ? AC-യുടെ തണുപ്പിലും അവൾ വിയർത്തു കുളിച്ചു. ദേ ഒരു കിളിനാദം. മനു എപ്പോഴും പറയാറുണ്ട് മനുവിന്റെ ആദ്യ ക്രഷിനെ കുറിച്ച്. ശാരികയുടെ മനോഹരമായ മുടിയെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. മകളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചഞ്ചൽ തുടർന്നു. ദേ ഇത് കണ്ടോ, ശാരിക സ്റ്റൈൽ. മനു പേരിട്ടതാ. അവിടെ മിലിറ്ററി കോഴ്സുകളിൽ കുറെ മക്കൾക്ക് ഇതേ സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ മോൾ പറഞ്ഞറിയാം പപ്പയുടെ ശാരിക സ്റ്റൈൽ. താൻ നിലത്തേക്ക് വീണു പോകുമോ എന്നവൾ ഭയപ്പെട്ടു. ഇങ്ങനൊരു കൂടിക്കാഴ്ച വേണ്ടായിരുന്നു. പെട്ടെന്നൊരു അശരീരി പോലെ ആ വാക്കുകൾ. ടോക്കൺ നമ്പർ 16, കൗണ്ടർ നമ്പർ 2. മോണിറ്ററിൽ പ്രത്യക്ഷപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ആർത്തിയോടെ വായിച്ച് അവരോട് സോറി പറഞ്ഞ് ധൃതിയിൽ നീങ്ങി കൗണ്ടർ നമ്പർ 2ലേക്ക്. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.